രാജാതിരാജാവും കർത്താതികർത്താവും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവരും നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ഞാൻ എല്ലാ ബഹുമാന്യരെയും സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു. ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാർ, ബഹുമാനപ്പെട്ട മാതാപിതാക്കൾ, ആദരണീയരായ ഗുരുക്കന്മാർ, സ്നേഹമുള്ള സഹോദരങ്ങൾ, എന്റെ കൂട്ടുകാർ, എല്ലാവരെയും കർത്താവ് ഈ സന്ദേശത്തിലൂടെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവ് നൽകിയ ഈ ലഘു സന്ദേശം ഞാൻ നിങ്ങളിലേക്ക് കൈമാറുകയാണ്. ഇന്നത്തെ നമ്മുടെ സവിശേഷമായ ചിന്തയ്ക്ക് വിഷയീഭവിക്കുന്നത് ദൈവസ്നേഹം എന്നുള്ള വിഷയമാണ്. ആധാരമായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നൊരു വാക്യം ഞാൻ വായിക്കാം. സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നുള്ള അപരനാമത്തിൽ അറിയപ്പെടുന്ന യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം: കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ശ്രദ്ധിക്കൂ, കാൽവറിയിലെ ക്രൂശിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഭക്തൻ പറയുന്നു, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. പ്രിയരെ, അനേകരുടെ സ്നേഹം തണുത്തു പോകുന്ന ഈ കാലത്ത് നിലയ്ക്കാത്ത ദൈവസ്നേഹത്തിനെ കുറിച്ച് ചിന്തിക്കുവാൻ അവസരം നൽകിയ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഒരു മനുഷ്യന്റെ ജീവിതത്തിലൂടെ ദൈവസ്നേഹവും മനുഷ്യ സ്നേഹവും തമ്മിലുള്ള അന്തരം ചൂണ്ടിക്കാട്ടാൻ ഞാനൊരു ശ്രമം നടത്താം. നാം ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ അവിടെ പിതാവിന്റെ സ്നേഹം അധികമായി നുകരുവാൻ ഭാഗ്യം ലഭിച്ച യോസേഫ് എന്നുള്ള ഒരു മനുഷ്യനെ കാണാം. അപ്പൻ മാത്രമല്ല, 5 പേർ അവനെ സ്നേഹിച്ചിരുന്നു. തിരുവെഴുത്തിൽ കാണാം. 1, അപ്പനായ യാക്കോബ് മറ്റു മക്കളെക്കാൾ അധികമായി യോസേഫിനെ സ്നേഹിച്ചു. യാക്കോബ് അവനെ അധികമായി സ്നേഹിക്കാൻ കാരണമുണ്ട്. താൻ വാർദ്ധക്യത്തിലെ മകനായതുകൊണ്ടാണ്. പ്രിയരെ, ഒരു കാര്യം നാം മനസ്സിലാക്കിയിരിക്കണം. മനുഷ്യൻ മറ്റൊരാളെ സ്നേഹിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കാരണമോ ഒരു നേട്ടമോ ഉണ്ടായിരിക്കും. എന്നാൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നതിൽ ഒരു കാരണമോ ഒരു നേട്ടമോ ഇല്ല. ദൈവം സ്നേഹമായതുകൊണ്ടാണ്. തിരുവെഴുത്തിൽ കാണാം യോസേഫിനെ സ്നേഹിച്ച 5 പേരെ. 1, അപ്പൻ അവനെ സ്നേഹിച്ചു. 2, പോത്തീഫർ അവനെ സ്നേഹിച്ചു. 3, മിസ്സസ് പോത്തീഫർ അവനെ സ്നേഹിച്ചു. 4, കാരാഗ്രഹപ്രമാണി അവനെ സ്നേഹിച്ചു. 5, ദൈവം അവനെ സ്നേഹിച്ചു. 5 കൂട്ടരും സ്നേഹിച്ചതിന് 5 വ്യത്യസ്ത കാരണങ്ങൾ. അപ്പൻ അവനെ സ്നേഹിച്ചത് താൻ വാർദ്ധക്യത്തിലെ മകനായതുകൊണ്ടാണ്. പോത്തീഫർ അവനെ സ്നേഹിച്ചത് താൻ ജോലിയിൽ സമർത്ഥനായതുകൊണ്ടാണ്. മിസ്സസ് പോത്തീഫർ അവനെ സ്നേഹിച്ചത് താൻ കോമളനായതുകൊണ്ടാണ്. കാരാഗ്രഹപ്രമാണി അവനെ സ്നേഹിച്ചത് കാരാഗ്രഹത്തിലെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുന്നതുകൊണ്ടാണ്. എന്നാൽ ദൈവം സ്നേഹിച്ചത് കാരണം നോക്കിയിട്ടല്ല, ദൈവം സ്നേഹമായതുകൊണ്ടാണ്. ലോകസ്നേഹവും ദൈവസ്നേഹവും തമ്മിലുള്ള വ്യത്യാസം ഒരു വാക്കിൽ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഞാൻ ഈ സന്ദേശത്തിന് വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പന്റെ സ്നേഹം മരണത്തോടെ തീർന്നു. പോത്തീഫറിന്റെ സ്നേഹം പരാതി കേട്ടപ്പോൾ തീർന്നു. മിസ്സസ് പോത്തീഫറിന്റെ സ്നേഹം താൻ പാപത്തിന് വണങ്ങാടായപ്പോൾ തീർന്നു. കാരാഗ്രഹപ്രമാണിയുടെ സ്നേഹം കാരാഗ്രഹം വിട്ടപ്പോൾ തീർന്നു. എന്നാൽ ഇന്നും നിലയ്ക്കാത്ത ദൈവസ്നേഹത്തിൽ നുകർന്നുകൊണ്ട് നിത്യതയിൽ വിശ്രമിക്കുകയാണ് ശ്രേഷ്ഠനായ യോസേഫ്. ഈ സന്ദേശം ശ്രദ്ധിച്ച ബഹുമാന്യരോട് ഞാനൊരു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങളിൽ ആർക്കെങ്കിലും ദൈവസ്നേഹം നുകരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നമ്മെ സ്നേഹിച്ച് ക്രൂശിൽ തന്റെ ജീവൻ വെച്ച യേശുവിനെ രക്ഷിതാവും കർത്താവും ദൈവവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുക. ക്രിസ്തുവിന്റെ സ്നേഹം താങ്കളിലും നിറയും. നിങ്ങൾ ദൈവസ്നേഹത്തിന്റെ വാഹകനായി മാറും. അതിനാൽ എല്ലാ ബഹുമാന്യരെയും കർത്താവ് സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സ്നേഹവാദിയായ ദൈവം നിങ്ങളെല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ.